സമയമായി. നമസ്കാരം. സമയമായി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്ത ടെമ്പററി ആയി വർക്ക് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ലോകമൊതുങ്ങുന്നു. പക്ഷേ ഒരു കാലത്തിന് വേണ്ടി ആഴ്ചകളോളം കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാക്കി വസ്ത്രവും തോളിലൊരു ബാഗുമായി സൈക്കിൾ ബെല്ലടിച്ചു വരുന്ന ആ മനുഷ്യൻ വെറുമൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നില്ല, ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു. അതെ, ഇന്നത്തെ നമ്മുടെ ടോക്ക് പഴയകാലത്തെ സന്ദേശവാഹകരെ കുറിച്ചാണ്. അപ്പോൾ പറയൂ, താങ്കളുടെ ഒരു അനുഭവം പറയൂ. അനുഭവം എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ നടന്ന് എല്ലാം കൊണ്ട് കൊടുക്കുന്ന പതിവാണ്. അല്ലാതെ ഒരു വാഹനത്തിൽ പോണ പരിപാടിയില്ല. ഇല്ല, പോയ സമയം അത്രയും 38 കൊല്ലം നടന്നുകൊണ്ടാണ് ഞാൻ കണ്ടമാനം ജോലിയാണ്. ഇപ്പോഴ് പണ്ട് ചെയ്തതിൻ്റെ ഒരു 100-ൽ 10% ജോലി പോലും ഇപ്പം ഇല്ല, വളരെ കുറച്ച്. 25% ജോലി തന്നെ വരും. അത്രയും ജോലി കുറഞ്ഞു. പണ്ട് ഞാൻ ഇഷ്ടംപോലെ കൊണ്ട് നടക്കും. എല്ലാം അയച്ചും ബുക്ക് ആ രീതി എന്തുണ്ടോ എല്ലാം കൊണ്ട് നടക്കും. എല്ലാം നീറ്റായിട്ട് ഞാൻ കൊടുത്തിട്ടേ വീട്ടിൽ വരും. അതൊന്നും ഒഴിവാക്കില്ല. അതുകൊണ്ട് ആളൊക്കെ എന്തോടി ചെറിയ സ്നേഹമുണ്ട്. വലിയ സ്നേഹമുണ്ട്. അതിൻ്റെതായ രീതിയിൽ തന്നെ അവരെ എന്നെ കാണുന്നത്. ശരി, ഒരു കത്ത് ഏൽപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അവിടെ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു വലിയൊരു സന്ദേശമായിരിക്കും നൽകാനുള്ളത്. അതിൽ നകുലൻ എന്നുള്ള അർജുൻ എന്നുള്ള വ്യക്തി വിഷമിക്കാറുണ്ടോ? അതോ അത് കുഴപ്പമില്ല, നാളെ കൊടുക്കാം എന്ന് വിചാരിക്കുമോ? ഇല്ല ഇല്ല ഇല്ല, വരുന്നത് അന്ന് തന്നെ കൊടുക്കണം. അറിഞ്ഞുകൂടാത്തത് മാത്രം പെൻഡിങ്ങിൽ വയ്ക്കാറുള്ളൂ. അതോ അധികം ദിവസം വയ്ക്കില്ല, അന്ന് 1-2 ദിവസം അന്വേഷിക്കും. അറിഞ്ഞുകൂടെങ്കിൽ അത് തിരിച്ചറിയും. ശരിക്കും അറിയാവുന്നുള്ള അപ്പോഴും തന്നെ കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും അന്ന് തന്നെ കൊടുക്കും. അടുത്ത വീട്ടിൽ എല്ലാ ജോലിയും തീർത്തിട്ടേ വരുള്ളൂ. ശരി. ഈ കാൽനട യാത്ര പോകുമ്പോൾ എത്ര ദൂരമാണ് ഒരു ദിവസം? അതിപ്പം മറ്റേ പള്ളി മുതൽ പസാപ്പീസ് മുതൽ ഈ ഏരിയ വേറെയാണ് കരിക്കുളം. നമുക്ക് മറ്റേ ഇവിടെ ഈ കാവ് റോഡും പിന്നെ വഴിമുക്കി ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ അങ്ങ് ഉള്ളിൽ പോകണം. അങ്ങനെ പല വഴിയും കുളംപെട്ടി ഇങ്ങനെ ഒരുപാട് ഇട റോഡൊക്കെ വഴികളുണ്ട്, മുടുക്ക വഴികളൊക്കെ ഉണ്ടല്ലോ. എല്ലായിടവും നടന്ന് തന്നെ ഞാൻ പോകണം. അന്ന് കിട്ടിയ ശമ്പളം എത്രയായിരുന്നു? അന്ന് ശമ്പളം വളരെ തുച്ഛമായ ശമ്പളമാണ്. ഒരു മാസം ഞാൻ പകരത്തിന് ജോലി ചെയ്ത എൻ്റെ ഒരു 10 തേച്ച് കിട്ടില്ല. ഈ പകരത്തിന് ജോലി ചെയ്താൽ ഈ അവധി ദിവസങ്ങളിലുള്ളതൊന്നും കിട്ടില്ല. ഇല്ല, ഏത് അവധി ഉണ്ട് ആ ദിവസങ്ങളിലൊന്നും. ഡെയിലി ശമ്പളമാണ്. അപ്പോൾ ഡെയിലി ശമ്പളമാണ്, ഡെയിലിയാണ്. 400 അല്ല, അത് മാസത്തിൽ ഇങ്ങനെ വരും. അപ്പോ ഈ യാത്രയിൽ കാലുകൾക്ക് വേദന തോന്നിയിട്ടില്ലേ? അതിന്റെ പ്രയാസം തന്നെ എപ്പോഴുള്ളത്. ഇപ്പോഴേ ഇപ്പം ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഷുഗറിൻ്റെതായ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇക്കാലയളവിൽ ടെമ്പററി വർക്കറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സർക്കാർ ജോലിയിലോട്ട് പ്രവേശിക്കാനായിട്ട് ആരെങ്കിലും? ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഇതേ ശരണമായിട്ട് തന്നെ നടന്നത്. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള അവസരം വന്നു ചേർന്നില്ല, അങ്ങനെയാണോ? ഇല്ല, അങ്ങനെ താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതാണ് സംഭവം. ഇല്ലായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഇല്ല, എന്തൊന്നും നേടാൻ. എന്താണ് നമ്മുടെ ഉള്ളത്? അന്നൊരു കഴിഞ്ഞു പോണ്, അത്രേ ഉള്ളൂ. അന്നുള്ള കാര്യങ്ങൾ തള്ളി അങ്ങനെ കൊണ്ടുപോകുന്നു. ഇപ്പോഴത്തെ വീട്ടിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ ബുദ്ധിമുട്ടാണ്. വീട് കിടക്കണില്ലേ, വീടിന് ശരിയാക്കിയൊക്കെ എടുക്കണമെങ്കിൽ. ജോലിയിൽ പ്രവേശിച്ച പോസ്റ്റ് ഓഫീസും ഇന്നത്തെ പോസ്റ്റ് ഓഫീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. പണ്ട് നമ്മള് മറ്റേ ജംഗ്ഷനിലല്ലേ, അത് മാറിയാണ് ഇനി മറ്റേ പള്ളിയിൽ ഇങ്ങോട്ട് വന്നത്. അപ്പം വ്യത്യാസമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വ്യത്യാസമുള്ളൂ, വേറെ അതേപോലെ തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല.
പണ്ട് കാലത്ത് ഒരു കത്ത് അവിടെ നിന്ന് എഴുതി അയക്കുമ്പോൾ അത് എത്തുവാനായി ഒരാഴ്ച സമയം എടുക്കുമായിരിക്കാം. വിദേശത്തിന് വരുമ്പോൾ ഒരാഴ്ച കഴിയും. അപ്പോൾ ആ കത്ത് ആ വ്യക്തിയിലേക്ക് എത്തുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടിട്ടുണ്ടോ? വളരെ സന്തോഷമായിരിക്കും. എന്നെ പ്രതീക്ഷിച്ചിരിക്കും ആൾക്കാർ. അതെ. തിരിച്ച് ആ കത്ത് മേടിക്കുവാൻ അന്ന് തന്നെ മേടിച്ചു പോകാറുണ്ടോ അതോ അവർ കൊണ്ട് പോസ്റ്റ് ചെയ്യും? അന്ന് ഞാൻ കൊണ്ടെത്തിക്കുമല്ലോ. ഓർഡിനറി ലെറ്റർ ആണെങ്കിൽ അപ്പോഴും തന്നെ വീട്ടിലിട്ടിട്ട് വരും. രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇപ്പുറത്തെ പറയും ഇങ്ങനെ രജിസ്റ്റേർഡ് വന്നിട്ട്. പണ്ടത്തെ പോലെ എല്ലാവർക്കും അന്ന് ഫോണും വീണൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ ഞാൻ അപ്പുറത്ത് പറയും ഇങ്ങനെ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട്, അന്ന് നാളെ വന്ന് വാങ്ങിക്കാൻ പറയും. അങ്ങനെയൊക്കെ വന്ന് വാങ്ങിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എങ്ങനെയാണ്? പ്രശ്നമില്ല, അങ്ങ് പോവും. ഈ കത്തുകൾ നനഞ്ഞിട്ടുണ്ടോ? ഇല്ല, നനയുള്ള സാധ്യതയൊന്നുമില്ല. അത് വളരെ ഭദ്രമായിട്ടേ കൊണ്ടു. സന്ദേശമായാലും DD ആയിരുന്നാലും അതവിടെ എത്തേണ്ടിടത്ത് എത്തും, കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിനെ മുന്നോട്ട് നമുക്ക് നീക്കിക്കൊണ്ടുപോകാനായിട്ടുള്ള എന്തെങ്കിലും നീക്കിവിരിപ്പ് ഉണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ? വഴി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതോ ഉണ്ട്? കണ്ടിട്ടില്ല. അത് സാഹചര്യം വെച്ചാൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. പോസ്റ്റ്മാൻമാരുടെ ജോലി വെറും കത്ത് കൊടുക്കുക എന്നത് മാത്രമാണോ? കത്ത് രജിസ്റ്റേർഡ് പാർസൽ അത് ഇത് എന്തൊക്കെ ഉണ്ട്, പോസ്റ്റ് വഴി എന്ത് വരണോ അതെല്ലാം കൊടുക്കണം. ശരി. തപാൽ ഉരുപ്പടികളെല്ലാം എന്തുണ്ടെങ്കിലും കൊടുക്കണം. ഒരു ടെമ്പററി ജോലിക്കാരനായിട്ട് എന്തുകൊണ്ട് അതൊന്ന് മാറാൻ തോന്നിയില്ല? ഞാൻ അങ്ങനെ തുടർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും എന്നുള്ള രീതിയിൽ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പക്ഷെ അവസാനമൊന്നുമില്ലാതെ, അതാണ് സത്യം. ഇന്ന് കത്തിന് വലിയ പ്രാധാന്യമില്ല. ഇന്ന് വാട്സപ്പായി, ഇമെയിലായി, മൊബൈൽ ഫോണുകളായി, സന്ദേശങ്ങൾ നിമിഷ നേരത്ത് എത്തുന്നുണ്ട്. നേരിട്ടുള്ള എല്ലാ പരിപാടിയും. അതെ. അപ്പോൾ ആ ഒരു മാറ്റത്തിനെ എങ്ങനെ കാണുന്നു? മാറ്റത്തിന് എങ്ങനെയാണ് എനിക്കറിയൂല. മാറ്റം അനിവാര്യമാണല്ലോ, അതുകൊണ്ട് അതങ്ങനെയല്ല. പക്ഷെ അന്നത്തെ സന്തോഷം ഇന്ന് ആർക്കും അന്നത്തെ പോലല്ല, ഇപ്പോഴുള്ള പോലല്ല. ഇനിയും കാലം പോകുമ്പോൾ വേറെ വ്യത്യാസമായിരിക്കും. തീർച്ചയായും. ഈ കത്തുകൾ അവിടെ എത്തുമ്പോൾ ആ സന്തോഷം ഇന്ന് കാണുന്നില്ല. കാര്യം ഒരു ആഴ്ച കാത്തിരിക്കുന്ന ഉത്തരത്തിനുള്ള മധുരം ഒരിക്കലും ഒരു നിമിഷത്തിൽ കിട്ടാൻ പോകുന്നില്ല. കത്തുകളും ജീവിത ബന്ധങ്ങളും ഇന്നത്തെ കാലത്ത് വാട്സപ്പും ഇമെയിലും ഉണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത് വരുന്ന ഒരു മാറ്റം കടലാസിലായിരുന്നു. കത്തുകൾ കൈമാറുമ്പോൾ ആളുകൾ പ്രത്യുപകാരങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നോ? നമുക്ക് അത് ആ ഒരു സന്തോഷമായിരിക്കാം ആ ടെമ്പററി ജോലിയിലായിരുന്നാലും മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ എല്ലാവരും സഹായിക്കാറുണ്ട്. ഇന്ന് നിലവിൽ ജോലിയുണ്ടോ? ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? വെറുതെ കടയിൽ പഞ്ചായത്തിനടുത്തുള്ള കടയിൽ. അതും ഒരു ടെമ്പററി ജോലിയാണ്. അതും ഇങ്ങനെ സ്ഥിരമല്ല, കുറച്ച് പോകും വരുമ്പോ വരും, അത്ര. ഇന്നത്തേക്ക് കഴിക്കുവാനുള്ള കിട്ടും. ഇന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ നിലവിൽ? ആരോഗ്യം ഈ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട്, വേറെ അസുഖങ്ങളുണ്ട്. പിന്നെ ഒന്നും ചെയ്യാതെ അങ്ങനെ നടക്കണം. ചെയ്യാനായിട്ട് അത് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ സാമ്പത്തികമായി നമുക്ക് സഹായിക്കാനും ആളില്ല, വേദന സഹിച്ചേ പറ്റുള്ളൂ. വേറെന്തെങ്കിലും മേഖലകളിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് ക്ഷേത്രം അല്ലെങ്കിൽ പള്ളികൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. എല്ലായിടവും, പള്ളിയിലും ക്ഷേത്രവും എനിക്ക് പ്രധാനമാണ്. എല്ലായിടവും ഞാൻ പോകും. മതമില്ല. മറ്റേ പള്ളിയിൽ ഞാൻ എല്ലാ ദിവസവും കയറി അവിടെ വെള്ളത് കാണിക്കാൻ വെച്ചിട്ട് സത്യം കയറിയില്ല, അതിന് മേലെ കയറി. അന്നത്തെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അന്നത്തെ വ്യക്തികളാണെന്ന് ഒരു ചെറിയ കൈത്താണ്. ശരിയാണ്. അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവരൊക്കെ എനിക്ക് വേണ്ടി നല്ലതായിട്ട് തന്നെ അവരെ കാണുന്നത്, എന്നെ നല്ലവനായിട്ട് തന്നെ കാണുന്നത്. അവരെ ദോഷപ്പെടുത്തി ഉള്ള ഒരു ഇതുമില്ല, എനിക്കില്ല. കാരണം അങ്ങനെയാണ് എന്നെ എന്നും കാണുന്നത്. ആ രീതിയിൽ തന്നെ ഞാൻ അവരെയും കാണുന്നത്.
അവര് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് സൈക്കിളിൽ ചെല്ലാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ഒരു സൈക്കിൾ വാങ്ങാൻ പോലും അന്ന് പറ്റിയിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. ഇന്ന് ഒരു കടയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപജീവന മാർഗം ലഭിച്ചാൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അത് വെച്ചങ്ങ് കഴിയാതെ വേറെ വഴിയില്ലല്ലോ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായിച്ചാൽ ഇപ്പൊ വയസ്സ് എത്രയായി താങ്കളുടെ? 72 കഴിഞ്ഞു. 72 കഴിഞ്ഞു. എന്നാലും ഇപ്പോഴും ജോലി ചെയ്യുകയാണ്. തന്നാൽ കഴിയുന്ന ജോലി ചെയ്യുകയാണ്. തീർച്ചയായിട്ടും. ചെറിയ ചെറിയ എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ പണികൾ അത്രേ ഉള്ളൂ. സമയം ആർക്ക് വേണ്ടിയിട്ടും കാത്തിരിക്കാറില്ല. അത് നമ്മൾ തന്നെയാണ്. എല്ലാം നമ്മളെല്ലാം ശരിയാക്കണം. അപ്പോൾ ഈ സമയമായി എന്ന ചാനലിനോട് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്കളുടെ സങ്കടങ്ങൾ ആരോടാണ് പങ്കുവയ്ക്കാറുള്ളത്? ഞാൻ എൻ്റെ സങ്കടങ്ങൾ ആരോട് ഞാൻ എൻ്റെ ദൈവത്തിനോട് മാത്രമാണ് ഞാൻ സങ്കടം. താങ്കളുടെ ഭാര്യ ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല ഇല്ല. 13 കൊല്ലവും ഈ വരുന്ന നവംബർ 9-ാം തീയതി 14 കൊല്ലം. എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? ക്യാൻസർ ആയിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? ഇല്ല, ഇത് ഒരുപാട് വൈകിയാണ് അറിയുന്നത്. അങ്ങനെ തീരെ ബുദ്ധിമുട്ടുകളൊന്നും പറഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമൊന്നും ഇല്ലായിരുന്നു അസുഖത്തിന്റെ. പിന്നെ ഒരു സംശയം കണ്ട് അങ്ങനെ തീരെ വയ്യാതെ ആയപ്പോഴാണ് പോയപ്പോഴാണ് ഇങ്ങനെ ഇത് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ. പിന്നെ RCCയിലായിരുന്നു ചികിത്സ. ഞാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടായിരുന്നു. പ്രകൃതിയുടെ മാറ്റങ്ങൾ പോലെ തന്നെ മാറ്റങ്ങൾ അനിവാര്യമാണ്. നിലവിലെ സാഹചര്യത്തിനോട് ഇഴുകിച്ചേർന്ന് പോകുക എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി മുന്നോട്ട് എല്ലാവിധ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. അതിനുള്ള പ്രാർത്ഥനകൾ എൻ്റെ ഭാഗത്തു നിന്നും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അപ്പോൾ ഞങ്ങളോട് കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. സമയമായി എന്ന ചാനലിലേക്ക് കുറച്ച് സമയം വന്ന് തിരക്കിലും വന്ന് ഞങ്ങളോടുകൂടി സഹകരിച്ചതിന് നന്ദി. നമസ്കാരം. നമസ്തേ.